പിള്ളേർക്കൊന്നും ഒരുപാട് ചോറൊന്നും വേണ്ട, എന്നാലും ഇതെല്ലാം വയറ് നിറയും. ഞാൻ ഇച്ചിരി കൂടുതലൊക്കെ വെച്ച് കൊടുക്കും. പിള്ളേർ വന്നിട്ട് എന്റെ അടുത്ത് വഴക്ക് പറയും, ആന്റി അത്ര എന്തിനാ വെച്ചേ, എനിക്ക് ഇച്ചിരി മതി എന്ന് പറഞ്ഞോണ്ട്. ഒരു പാർട്ടിയുടെ പാത്രം കണ്ട ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇപ്പൊ കൊണ്ടുവന്ന മീനാണോ? ഇപ്പൊ കൊണ്ടുവന്നതാണ്. ഒരു 10 മിനിറ്റ് ആയി ഉപ്പ് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ അച്ചാർ എത്ര ദിവസം ഇരിക്കും അമ്മ? ഇത് നമ്മൾ വെള്ളം ചേർത്ത് തൊടുന്ന ഒരു അച്ചാറാണ്. ഇത് വന്നിട്ട് ഒരു 3 ദിവസം 2 ദിവസം കറക്റ്റ് വെളിയിലിരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 3-4 ദിവസം ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ? നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, പ്രത്യേകിച്ച് ആ മുട്ടക്കറി. എന്തായാലും പുട്ടും പഴത്തിനെക്കാട്ടിലും നല്ലതാ മുട്ടക്കറി. അപ്പൊ ഇന്നും രാവിലത്തെ പോലെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഇനിയിപ്പോൾ അടുത്തിലേക്ക് പോവാണ്. അപ്പൊ ഇന്ന് പുട്ടും മുട്ടക്കറിയാണ്. അപ്പൊ അതാണ് ഇനി അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ സവാളയൊക്കെ വഴന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ മുട്ടയൊക്കെ പുഴുങ്ങി പൊളിച്ച് വെച്ചിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കറിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മുട്ടക്കറി ഇവിടെ ഒരു വശത്തൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെരട്ടാണ്. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് പുട്ട് ഉള്ളതൊക്കെ റെഡിയാക്കാനായിട്ട് പോകും. ഈ പുട്ടുപൊടി നമ്മൾ ഇവിടെ തന്നെ വറുത്ത് പൊടിച്ചതാണ്. ചെമ്പ പുട്ടുപൊടിയാണിത്. അപ്പോൾ നല്ല മയമുള്ള പുട്ടുപൊടിയാണ്. പിന്നെ അത് മാത്രവുമല്ല, ഇത് 3 കുറ്റിയിലാണ് ഞാൻ ഇത് നിറയ്ക്കുന്നത്, ഒരേ സമയം 3 കുറ്റിയിൽ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഹോസ്റ്റലിലെ കുട്ടികളുണ്ട്. അപ്പോൾ ഒരേ സമയം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തീർന്ന് കിട്ടും. ഇതെല്ലാം ആവി വന്ന കണ്ട നിമിഷ നേരം കൊണ്ടാണ് ഇതിൽ ആവി വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആയി. നമുക്ക് 2 സ്റ്റെപ്പ് കൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ആകും. ഈ സമയം തന്നെ ഞാനിവിടെ ലഞ്ചിനുള്ളതും തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പോൾ കുട്ടികൾക്ക് പോകാൻ വേണ്ടിയുള്ള മീൻ വറുത്തോണ്ടിരിക്കുക. അവർക്ക് കറി വേണ്ട, കറിച്ച കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് കാണും. ഈ മീനോട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. നോക്കിപ്പോൾ മാങ്ങ അച്ചാറായിട്ടുണ്ട്, തോരൻ, സാമ്പാർ. അവർക്കുള്ള സാമ്പാറാണ്. നമ്മൾ ചോറ് വിളമ്പാൻ പോകുക. അവരെ കറക്റ്റ് സമയത്തിന് നമുക്ക് വിടണം. പിള്ളേർക്കൊന്നും ഒരുപാട് ചോറൊന്നും വേണ്ട, എന്നാലും ഇതെല്ലാം വയറ് നിറയും. ഞാൻ ഇച്ചിരി കൂടുതലൊക്കെ വെച്ച് കൊടുക്കും. പിള്ളേർ വന്നിട്ട് എൻ്റെ അടുത്ത് വഴക്ക് പറയും, ആന്റി അത്ര എന്തിനാ വെച്ചേ, എനിക്ക് ഇച്ചിരി മതി എന്ന് പറഞ്ഞോണ്ട്. ഞാൻ ഹോസ്റ്റലാന്ന് പറഞ്ഞോണ്ട് വല്ലതും തരുന്നത് തിന്നു പിള്ളേരെ. ഇവിടെയൊക്കെ ഇവിടുത്തെ ഇത് ഹോസ്റ്റലല്ലല്ലോ, ഇത് വീടല്ലേ. ഞാൻ അങ്ങനെയാണ് അവരെ എല്ലാം കരുതി കൊടുക്കുന്നത്. ഓരോരുത്തരെ നോക്കിയാണ് ഞാൻ പാത്രം വിളമ്പുന്നത്. കാര്യം ചിലർക്ക് ഒരു തവി മതി, എന്നാലും ഞാൻ ഒരു ഇത്രയും കൂടി വെക്കും. പിന്നെ ഇവര് കളയില്ല കേട്ടോ, അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഒരു പാർട്ടിയുടെ പാത്രം കണ്ടോ ഇത്രയേ ഉള്ളൂ. കണ്ടോ കണ്ടോമോ, ഇത്രയേ ഉള്ളൂ. അത് കറക്റ്റ് ഒരു തവി മതി അല്ലേ? അയ്യോ, അതിന് ഒത്തിരി വെക്കുന്ന ഇഷ്ടമല്ല. നല്ലൊരു കുട്ടിയാണ്, നല്ല ഭയഭക്തി ബഹുമാനമുള്ളൊരു കുട്ടിയാണ്, പാവ കൊച്ച്. ഇനിയും ബാക്കിയുള്ളതൊക്കെ വന്നിട്ട് കഴിക്കുന്നവർക്കാണ്. ഇത് പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇത്രയും. എനിക്ക് കറികളെന്ന് പറഞ്ഞാൽ കളർഫുൾ കാണണം. എൻ്റെ ഈ പിള്ളേരെ കൂടെ വിട്ട് കഴിഞ്ഞാലേ എനിക്കൊരു മനസ്സമാധാനം വരത്തുള്ളൂ. അതിനുശേഷം ഞാൻ കുളിക്കണം. ഇപ്പൊ കൊണ്ടുവന്ന മീനാണോ? ഇപ്പൊ കൊണ്ടുവന്നതാണ്. ഒരു 10 മിനിറ്റ് ആയി ഉപ്പ് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഈ കമ്പി വെച്ച് കുത്തുന്ന് പറഞ്ഞിട്ട് ആരും എൻ്റെ അടുത്ത് കംപ്ലൈന്റ് പറയണ്ട. കാരണം എനിക്കറിയാം അതെങ്ങനെ എടുക്കണം, മാനേജ് ചെയ്യണം എന്നുള്ളത്. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഓ, കഴിച്ചോ. വാ ഇനി നമുക്ക് അടുത്ത ചോറിന്റെ എടുക്കാം. അപ്പൊ അടുത്തത് നമ്മള് അച്ചാർ അവിടെ ഇരിക്കട്ടല്ലേ. അടുത്തത് നമ്മൾ തോരൻ വിളമ്പാൻ പോവാണ്. ഇത് പേയങ്കയാണ്. ഇത് നല്ല രുചിയുണ്ട്. നമ്മൾ ചെയ്യുന്നതിന്റെ ഗുണമാണ്. സത്യം പറഞ്ഞാൽ അതിന് വലിയ ഗുണമെന്നുള്ള കായല്ല, പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കുരുമുളകൊക്കെ ഇട്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഈ അച്ചാർ എത്ര ദിവസം ഇരിക്കും അമ്മ? ഇത് നമ്മൾ വെള്ളം ചേർത്ത് തൊടുന്ന ഒരു അച്ചാറാണ്. ഇത് വന്നിട്ട് ഒരു 3 ദിവസം 2 ദിവസം കറക്റ്റ് വെളിയിലിരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 3-4 ദിവസം ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. കടുമാങ്ങ അച്ചാറാണ്. പക്ഷെ ഇത് കടുമാങ്ങ എന്ന് പറയാൻ പറ്റൂല, കാര്യം കടുമാങ്ങയ്ക്ക് വെള്ളം തൊടത്തില്ലല്ലോ. ഇത് പക്ഷെ നല്ല അച്ചാറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അച്ചാറ്. ഈ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്ന് രാവിലെ കൊണ്ടുവന്ന മാങ്ങയാണ്. ഞാനൊക്കെ ഹോസ്റ്റലിൽ നിന്നിരുന്നപ്പം ഇങ്ങനത്തെ ഒരു കറിയെങ്കിലും കിട്ടിയാൽ മതിയെന്നായിരുന്നു. ഇവിടെ ഉള്ള കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല, കാരണം നമ്മൾ ഇത് തന്നെയാണ് കഴിക്കുന്നത്. ഞാൻ സാമ്പാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സാമ്പാറാണ്. സാമ്പാറിൽ ഇതുപോലെ പാക്ക് ചെയ്ത് വെക്കും. മീൻകറി തിളച്ചോ നോക്കട്ടെ. കണ്ട മീൻകറിയും തിളച്ചു. ഇത് ചെറിയ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മീൻ ഫ്രൈയും കൂടിയാണ്. ഇവിടുത്തെ ഈ ഹോസ്റ്റലിലെ ഫുഡൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ചില കുട്ടികൾ വന്നിട്ട് പറയാൻ കേൾക്കാം, ചില മറ്റുള്ള കുട്ടികളുടെ മീൻ ഫ്രൈയിൽ ഇതുപോലെ പൊടി വരില്ല എന്ന്.
വെളുവിളാന്നിരിക്കുമെന്ന്. പക്ഷെ എൻ്റെ ഇവിടെ അങ്ങനെ വരാനൊന്നും സമ്മതിക്കത്തില്ല. പൊടി കണ്ടോ, എൻ്റെ പൊടി മാത്രം മതി മീൻ ചോറ് തിന്നാനായിട്ട്, വേറെ ഒന്നും വേണ്ട. അതുകൊണ്ടാണല്ലോ ഇവിടെ കുട്ടികളെല്ലാം നിൽക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഇവിടുത്തെ ഫുഡ് കണ്ടിട്ടാണ് പിള്ളേരെല്ലാം ഓടി വരുന്നത്. വീട്ടിലെ പോലല്ലേ, വീട്ടിലേക്കാളും നല്ലതാണ്. ചിലരൊന്നും അവിടെ വന്നാലും പോകില്ലെന്നേ, എന്താ പറയാ, അവര് പറഞ്ഞ പോയിട്ട് വന്നിട്ട് പറയാം, ആന്റി എന്റെ വീട്ടിൽ ഇത്ര മീൻ എല്ലാ ദിവസവും മീൻ വാങ്ങിക്കൂല. അപ്പൊ ഇന്നത്തെ ലഞ്ച് ഇത്രയാണ്. കണ്ടല്ലോ എല്ലാവരും, സാമ്പാറുണ്ടേ. ഇനി ഇതെല്ലാം അടയ്ക്കുക, എല്ലാവർക്കും കൊടുക്കാം. ഇത് 4 പേർക്കൂടെ, അവർക്ക് ഇത്രയും സാമ്പാർ മതി. സമയത്ത് എത്രയമ്മ? സമയം ഇപ്പൊ 9 മണി. 9ന് 5 മിനിറ്റ് ഇല്ല, ഒരു 3 മിനിറ്റ് കൂടുണ്ട്. ഇവിടുത്തെ ടൈം ഇതാണോ? ഇനി 8:30 പോകുന്നവർക്ക് കൊടുക്കും കേട്ടോ, നേരത്തെ തന്നെ ഞാൻ കൊടുക്കും. ഞാൻ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു. രാവിലെ കുട്ടികൾക്കുള്ളതെല്ലാം ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഉള്ളവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇനി കഴിക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇനി കഴിക്കാൻ പോവാണ്. ഇന്നിവിടെ പുട്ടും മുട്ടക്കറിയാണല്ലോ. അങ്ങനെ മുട്ട നല്ല ഒന്നാന്തര പെരട്ടാണ്. പിന്നെ ചായ. അപ്പൊ കഴിക്കാൻ പോവാണ്. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ? നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, പ്രത്യേകിച്ച് ആ മുട്ടക്കറി. എന്തായാലും പുട്ടും പഴത്തിനെക്കാട്ടിലും നല്ലതാ മുട്ടക്കറി. പക്ഷെ എനിക്ക് പഴമാണ് ഇഷ്ടം കേട്ടോ. എനിക്ക് മുട്ടക്കറി ഞങ്ങളുടെയൊക്കെ നാട്ടിലെ എങ്ങനെയാണെന്നറിയാമോ, കറിക്ക് പ്രാധാന്യമൊന്നുമില്ല, പുട്ടും പഴവും ഇതൊക്കെയാണ് പഞ്ചസാരയും. ഞാൻ അങ്ങനെ കഴിച്ചു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് ഇന്നും അത് ഞാൻ അങ്ങനെ തന്നെയാണ്. അങ്ങനെ മുട്ടക്കറി കൊള്ളാമെന്നുകൊണ്ടാണ് ഞാൻ മുട്ടക്കറി എടുത്തത്. അടിപൊളിയാണ്. അപ്പൊ എനിക്ക് മുകളിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 4 മണിയായി. ഇനിയിപ്പോ ചായക്കുള്ള സമയമാണ്. എല്ലാം കൃത്യമായ സമയത്താണ് എൻ്റെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ന് രാത്രിയിലെ ഡിന്നർ ഇവിടെ പാൽക്കഞ്ഞിയാണ്. അപ്പൊ ഞാൻ ബാക്കിയുള്ളവർക്ക് പാൽക്കഞ്ഞി ഉണ്ടാക്കി വെച്ചേക്കണം. ഇവിടുത്തെ കഞ്ഞി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ ചമ്മന്തി ഉണ്ട്, പിന്നെ തോരനുണ്ട്, പിന്നെ അച്ചാറും ഉണ്ട്. ചമ്മന്തി, തോരൻ, അച്ചാറ്, ഇത്രയാണ് ഇന്ന് ഇവിടുത്തെ ഡിന്നർ. ഈ കഞ്ഞിയായിട്ട് ഞാൻ ഇനി മുകളിൽ പോവാണ്, ഫസ്റ്റ് ഫ്ലോറിൽ പോവാണ്. അവിടെയാണ് കുട്ടികളൊക്കെ ഉള്ളത്. അവിടെ ഇത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇനി വെളിയിൽ പോകണം. അപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതുപോലെ മറ്റൊരു ദിവസമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.